ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പൊ നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ എവിടെ പോവാ? ആലപ്പുഴ പോന്ന്. എന്തിന്? നമ്മളിനി ഓണത്തിന് വീട്ടിൽ വരും. സോ നമുക്ക് ഡ്രസ്സ് എടുക്കാന്ന് വെച്ച് നമ്മൾ പോയി. ഇതോ രാജുബായി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ല, രാജുബായി മീറ്റ് അവർ രാജുബായി. ഇതാ രൂപ മിന്നു അമ്മ ഒരുങ്ങുന്ന കണ്ണാടിയിലൊക്കെ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു നമ്മളൊന്നും വിടത്തില്ല, നമ്മൾ പച്ചയായ മനുഷ്യരാണ്. മീറ്റ് മൈ അമ്മ, ചേട്ടൻ, ഫാമിലി ഇൻട്രൊഡക്ഷൻ. നമ്മൾ വണ്ടി ഓടിക്കണം, നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നമ്മള് ആലപ്പുഴ പോവാണ്. എവിടെ പോവാൻ നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇട്ടിട്ടില്ല. എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് പോകും. എവിടെ പോകുന്നത്? മിഞ്ഞൊരു ക്യാമറയുടെ മുമ്പ് നമ്മൾ നാടൻ വന്ന് അമ്മ ഇരിക്കുന്നുണ്ടാണ് തോന്നുന്നത്. അമ്മോ ഇങ്ങോട്ട് നോക്ക്. ഒട്ടും ഡ്രാമാറ്റിക് അല്ല അമ്മ. അവനെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട അല്ലേ? വണ്ടി ഓടിക്കുക. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി ഗൈസ്. ഓക്കെ, നേരത്തെ കാറിൽ നമ്മൾ ആരെയും കണ്ടില്ല. അമ്മ നമുക്ക് കാറിടാൻ സ്ഥലമില്ലാത്തത് നമ്മൾ കുറച്ച് നീക്കി വണ്ടി ഇട്ടു. ഓക്കെ, അപ്പം നമുക്കിനി കണ്ടിട്ട് പോവാം. നമ്മൾ സ്റ്റുഡിയോയിലാണ് വന്നത്. നല്ല തിരക്കാന്ന് തോന്നുന്നു. ഇത് ആരും കിട്ടുന്ന പോലും ഇല്ലല്ലോ. മിന്നു ഗൈസ് നമ്മൾ സ്റ്റുഡിയോ എത്തി. സ്റ്റുഡിയോ തിരക്കാന്ന് തോന്നുന്നു. മിക്കവാറും ഇവിടുന്ന് ഇറങ്ങും നമ്മളിന്ന്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗൈസ്, നല്ല തിരക്കുണ്ട്. എല്ലാവരും നാട്ട പോകുന്നു ജാഥ പോലെ. രാജുബായി ഗൈസ്, അമ്മ വരുന്നുണ്ട്. നമുക്ക് അമ്മയടുത്ത് നമുക്ക് നേരത്തെ ചോദിച്ചതിന്റെ ക്വസ്റ്റിനെ ബാക്കി ചോദിക്കാം. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അമ്മോ പറ, നിങ്ങൾക്ക് ഇത് ആലപ്പുഴ കാണുമ്പോ എന്താ തോന്നുന്നത്? എനിക്ക് ആലപ്പുഴ കണ്ടിട്ട് ഒന്നും തോന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ജനിച്ചില്ലേ? ഞങ്ങളെ ഇവിടുത്തെ ഹോസ്പിറ്റലിലാണ് ജനിച്ചത്. അവർ മറന്നുപോയെന്ന് തോന്നുന്നു. നമുക്ക് ഉറപ്പിക്കാം. ആദ്യമായിട്ട് വന്നപ്പോഴേ ഒരു സാധനം ഇവൾ പൊക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ബട്ട് വെള്ളയാണ്, നനയ്ക്കാൻ പാടായിരിക്കും. വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആര് നനയ്ക്കും? ഗൈസ്, ഇവിടെ ഫുൾ ചാത്തൻ കളക്ഷൻ ആണല്ലോ. നമുക്ക് നോക്കാം. ഇതിനൊക്കെ കളക്ഷൻ ഉണ്ടോ തോന്നുന്നുണ്ടോ ഇവിടെ? നോക്ക്, തലക്ക് ഭ്രാന്ത്. എന്താ അതിനൊക്കെ തലയ്ക്ക് ഭ്രാന്ത് വരുന്നേ? ഗൈസ്, നമ്മൾ വന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ അമ്മ ഇത് നിറച്ച് വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. സില്ലി മലയാളി മോംസ് തിങ്സ്. ഇതിന്റെ അടിയിലോട്ട് എന്തോ ഇടുവെന്ന്. സില്ലി മോം ഡ്രസ്സിന്റെ അടിയിൽ എന്തോ ഇടാനായി. എന്നാ ഇത് പഞ്ചാബിയെ പോലെ അടിയിൽ ലെഗിൻസ് ഇടാം. ഗൈസ്, അമ്മ പാളിപ്പോയി. മിന്നുന് ഇഷ്ടമാന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് വന്നു. പക്ഷെ മിന്നുന് ഇഷ്ടമല്ല. അമ്മോ നോക്കട്ടെ. ടേസ്റ്റ് മാറി അമ്മയുടെ. എല്ലാരും വളർന്നു. സോ ടേസ്റ്റ് മാറിയും തോന്നുന്നു. നമ്മൾ വന്നിട്ട് 10 മിനിറ്റ് പോലും ആയില്ല. അപ്പത്തേക്ക് നിറച്ചി വരുത്. ഇതെല്ലാം എടുക്കാനാണോ ആവോ? ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെടുന്നു, ഇവർക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല.
എൻ്റെ അമ്മയ്ക്ക് ഞാൻ എടുത്തൊരു സാധനം ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട്. വേണ്ട ഈ പാൻറ്റിൻ്റെ കൂടെ നോക്കിയേ ഗൈസ്. എൻ്റെ അമ്മേനെ കാണുന്നില്ല. വേറെ അവനെന്തോ വലിയ സംഭവമായിട്ട് കണ്ടുപിടിച്ചെന്നാണ് അവൻ പറയുന്നത്. അവനെന്തോ വലിയ ഇവനെന്തോ വലുതായിട്ട് കണ്ടുപിടിച്ചു. എന്താന്ന് ചോദിക്കട്ടെ, എന്താണ് കാണിച്ചത്? കാണിക്ക്. എന്താ താങ്കൾ കണ്ടുപിടിച്ചത്? പിന്നെ എന്റെ അമ്മ എന്റെ ചേട്ടൻ എന്തോ എനിക്ക് വേണ്ടി നോക്കി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ. ആക്ച്വലി ഗൈസ്, എനിക്ക് ഈ പാൻറ് ഇഷ്ടപ്പെട്ടു. ഈ എൻ്റെ വീട്ടുകാരെ കണ്ടോ? അമ്മ ഇനി ഷർട്ട് വേണ്ട. ഒരുമാതിരി അല്ല, നീ ഇത് ഗൈസ്, നമ്മൾ ട്രയൽ ചെയ്യാൻ ക്യൂ നിൽക്കുക. രൂപ മിഞ്ഞു, ഇത് 50% റിജക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം 50% റിജക്ഷൻ ആയിരിക്കും. കാരണം അത് കണ്ട ഇതൊക്കെ എന്തിനാണോ അവ ഇത്രേ. അമ്മോ, ഇതിൽ എത്ര ശതമാനം റിജക്ഷൻ ആയിരിക്കും? 60. സോ പത്തറ്റിക്. അറ്റ് എ ടൈം ഒരാൾക്ക് ഞാൻ രൂപയും സാധനം ഒരുമിച്ചാണ് കയറാൻ, ഡ്രസ്സ് കയറാൻ. അപ്പം ഇവിടെ അറ്റ് എ ടൈം ഒരാൾക്ക് കയറാൻ പറ്റത്തുള്ളൂ റൂമിൽ. അതും അറ്റ് എ ടൈം 5 ഡ്രസ്സ് ട്രൈ ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് കസ്റ്റമർ ഫ്രണ്ട്ലി അല്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇത്രയും ട്രയൽ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് പോയി ട്രൈ ചെയ്യാൻ. ഓക്കെ, നമുക്ക് നോക്കാം. അമ്മ വെളിയിൽ നിന്ന് നമ്മളെ സ്കാൻ ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ 3 ബാഗ് കൊണ്ട് പോയി. ഒരു ബാഗ് ലാസ്റ്റ് നമ്മൾ ബില്ലടിക്കാൻ പോകുന്നു. ഇനിയുണ്ട്. രൂപ ട്രയൽ ചെയ്യാണ്. എന്തോ അമ്മ ഗൈസ്, മിന്നുവിനെ കാണുന്നില്ല. എന്ത് ചെയ്യും മിന്നു? ഇവിടെ വരെ എത്തിയാ ഗൈസ്? നമ്മൾ നമ്മുടെ വീട്ടുകാരെ ആരെയും കാണുന്നില്ല. പോയി തപ്പിയിട്ട് വരാം. ഓക്കെ, മിന്നുവിനെ അവിടെ ബില്ലടിക്കാൻ നിർത്തി. ഐ തിങ്ക് അമ്മ ക്ഷീണിച്ചോ? അമ്മ ക്ഷീണിച്ചെന്ന് തോന്നുന്നു. അമ്മ ഇവിടെ ഇരിപ്പിടം തപ്പിയിരുന്നു. ഗൈസ്, നമുക്ക് ഓണത്തിന് മെറ്റീരിയൽ എടുക്കണം ഡ്രസ്സിന്. സോ നമുക്ക് അവിടുന്ന് കിട്ടിയില്ല. മെറ്റീരിയൽ മേടിക്കണം ബ്ലൗസ് തയ്ക്കാൻ. എന്നെ പോലും കാണുന്നില്ല. അപ്പം നമുക്കിവിടെ ആലപ്പുഴ ഇഹ ഡിസൈൻസിൽ വരാമെന്ന് വിചാരിച്ചു. അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. ഇല്ലെങ്കിൽ പിന്നെ വേറെ കട തപ്പി പോകണം. ഇല്ലെങ്കിൽ നാളെ ഞങ്ങൾ രാവിലെ പോകും. പിന്നെ നമുക്കൊന്നും നടക്കില്ല. കോളേജിൽ ഓണപ്പരിപാടി ഉണ്ട്. ഹോൾ സെറ്റ് ആക്കണം. ഇന്ന് ഡ്രസ്സ് കിട്ടിയാലേ നടക്കൂ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണ്ടേ? ചേട്ടൻ ബില്ല് വന്ന് എത്രയായി? 6500. അവൻ പോയി കാർ എടുക്കാൻ പോയി. നമുക്ക് താണ്ട് ഇങ്ങോട്ടത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. 100 മീറ്റർ അല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവൻ പോയി കാർ എടുത്തിട്ട് വരട്ടെ. അമ്മ ക്ഷീണിച്ചോ? അമ്മോ ക്ഷീണിച്ചു മോനെ. അമ്മ ക്ഷീണിച്ച്. നമുക്ക് ഇനി ക്ഷീണിപ്പിക്കണം അമ്മേ. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഓൾറെഡി പിന്നെ ഞങ്ങൾക്ക് 2 രൂപ എടുക്കണം. അമ്മ കറങ്ങി. അമ്മ ഒരു 3 പേർക്ക്. എന്നാലും അമ്മ ഞങ്ങൾക്ക് എടുക്കുന്നല്ലേ കുറച്ച് ടഫ്. പണ്ട് ഇതിലും ടഫായിരുന്നു ഒരേപോലത്തെ എടുക്കുമ്പോൾ. ഇപ്പം അത്ര ഇല്ലല്ലോ. അപ്പം നമുക്കിവിടെ പോവാം. ഇതാണ് ഡെസ്റ്റിനേഷൻ. ഇവിടെ മെറ്റീരിയൽ കിട്ടുമെങ്കിൽ സെറ്റ്, ഇല്ലെങ്കിൽ പണി കിട്ടി. ഗൈസ്, വലിയ കടയാന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചോണ്ട് പോയത്. ഇവിടെ ഒരു മാങ്ങാത്തൊലി ഇല്ല, പാളിപ്പോയി. ഗൈസ്, നമ്മൾ പരാഗി വന്ന് ഇവിടെ ഇല്ലാത്ത മെറ്റീരിയൽ തപ്പി ഞാൻ വേറെ എവിടെ പോകാൻ? ഇവിടുന്ന് കിട്ടിയാലേ ഉള്ളിനി. അപ്പോൾ നമ്മൾ സാധനമൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ പോവാണ്. ഓക്കെ, ചേട്ടൻ കാറിടാൻ പോയിട്ട് ഇതുവരെ കണ്ടില്ല. സോ അവൻ വരണം. ഞങ്ങൾ എങ്ങോട്ടാണ് നടക്കുന്നത് നമുക്ക് അറിയത്തില്ല. നമുക്ക് മെറ്റീരിയൽ കിട്ടി, ഓണത്തിന് ഡ്രസ്സ് കിട്ടി, എല്ലാം കിട്ടി. ഓൾ സെറ്റ്. ഇനി സ്റ്റിച്ച് ചെയ്താൽ മതി എല്ലാം. ഗൈസ്, ആലപ്പുഴ കണ്ടോ? ആലപ്പുഴ. നമ്മൾ എന്തിനെങ്ങനെ? അപ്പോൾ നമ്മൾ എങ്ങോട്ട് നടക്കുന്നേ?
ചേട്ടനെ കാണുന്നില്ല. അവൻ കടയിൽ വന്നാൽ പണിയാന്ന് പറഞ്ഞ് കാറിൽ തന്നെ ഇരുന്നു. പക്ഷെ അവനെ ഇപ്പോൾ കാണുന്നില്ല. നമ്മളെങ്ങോട്ട് പോകും? അവനെ കാണുന്നില്ല. വണ്ടി അങ്ങോട്ട് വരാനാണ്. ഓക്കെ, നമ്മൾ നടന്ന ഡയറക്ഷൻ മാറിപ്പോയി. ഇനി അങ്ങോട്ട് നടക്കാം. ഓക്കെ, ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ചാർജ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോകുന്നതൊക്കെ എടുക്കാമായിരുന്നു. അപ്പം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫോട്ടോ ഇവിടെ എടുക്കാൻ കൊടുത്തേക്കാവേ. ബായ്.